മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതുക്കാട് അവിവാഹിതരായ മാതാപിതാക്കൾ ചേർന്ന് 2 നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയെന്ന വിവരം പുറത്തുവരികയാണ്. 26ഉം 21ഉം വയസ്സുള്ളവരാണ് ഇരുവരും. ആദ്യ കുഞ്ഞ് മരിച്ചത് 3 വർഷം മുൻപും രണ്ടാമത്തെ കുഞ്ഞ് ഇപ്പോഴുമാണ് മരിച്ചതെന്നുമാണ് ഈ യുവാവ് പോലീസിനോട് പറഞ്ഞത്. സംഭവത്തിൽ വെള്ളിക്കുളങ്ങര സ്വദേശികളായ 26കാരനെയും 21കാരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദോഷം തീർക്കുന്നതിനായി ഇവർ കുഞ്ഞുങ്ങളുടെ അസ്ഥി പെറുക്കി സൂക്ഷിച്ചിരുന്നതായാണ് പുതുക്കാട് പോലീസ് നൽകുന്ന വിവരം. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് 2 നവജാത ശിശുക്കളുടെ അസ്ഥികൾ സഞ്ചിയിലാക്കിയ യുവാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. 2 തവണ ജനിച്ച കുഞ്ഞുങ്ങളെയാണ് കുഴിച്ചിട്ടത്. കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചുമൂടിയതാണോ എന്നതിലും അന്വേഷണം നടക്കുകയാണ്. 3 വർഷം മുൻപാണ് ഇവർക്ക് ആദ്യമായി ഒരു കുഞ്ഞ് ജനിച്ചത്. കുഞ്ഞ് മരിച്ചു എന്നാണ് യുവതി ഈ യുവാവിനോട് പറഞ്ഞത്. തുടർന്ന് ഇരുവരും കുഞ്ഞിനെ കുഴിച്ചിടുകയായിരുന്നു. ഭാവിയിൽ ദോഷം വരാതിരിക്കുവാൻ വേണ്ടിയാണ് കുഞ്ഞിന്റെ അസ്ഥികൾ പെറുക്കി സൂക്ഷിച്ചത്. തൊട്ടടുത്ത വർഷവും ഇവർക്ക് മറ്റൊരു കുഞ്ഞുകൂടി പിറന്നു. അതിനെയും കുഴിച്ചിട്ടതിനു ശേഷം അസ്ഥികൾ പെറുക്കി സൂക്ഷിക്കുകയായിരുന്നു. യുവതിയുടെ കാര്യത്തിൽ ചില സംശയങ്ങൾ തോന്നിയതോടെയാണ് ഈ യുവാവ് അസ്ഥി കഷ്ണങ്ങളുമായി സ്റ്റേഷനിലേക്ക് എത്തിയത്. ഇവരുടെ വിശദമായ മൊഴി ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ അസാധാരണമായ സംഭവങ്ങൾ അരങ്ങേറിയത്. 26 വയസ്സുള്ള ഒരു യുവാവ് സ്റ്റേഷനിലേക്ക് ഒരു സഞ്ചിയുമായി കടന്നു വരികയാണ്. ഇതിലേക്ക് അസ്ഥി കഷ്ണങ്ങളാണ് ഉള്ളതെന്ന് പോലീസിന് മുന്നിൽ പറയുന്നു. തനിക്ക് തന്റെ കാമുകി എന്ന് പറയുന്ന സ്ത്രീ നൽകിയതാണ് ഈ അസ്ഥി കഷ്ണങ്ങൾ. ഇത് രണ്ടും തന്റെ കുഞ്ഞുങ്ങളുടെ അസ്ഥി കഷ്ണങ്ങളാണ്. തനിക്കിതിൽ ചില സംശയങ്ങളുണ്ട്. ഇനി തന്നെയും ഇത്തരത്തിൽ അപായപ്പെടുത്തുമെന്നുള്ള സംശയമാണുള്ളത്. അതുകൊണ്ട് തനിക്കിതിന്റെ ദുരൂഹത മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇയാൾ സ്റ്റേഷനിലേക്ക് എത്തിയത്. ഇയാൾ പറയുന്ന യുവതിയും വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു. യുവതിയെ പിന്നീട് പോലീസ് ഇവിടെ എത്തിച്ച് മൊഴിയെടുക്കുകയായിരുന്നു. ഇരുവരെയും ഒരുമിച്ചിരുത്തിയും അല്ലാതെയുമാണ് പോലീസ് ചോദ്യം ചെയ്തു വരുന്നത്. ദോഷം ഒഴിവാക്കുവാനായാണ് അസ്ഥി കഷ്ണങ്ങൾ നൽകിയതെന്നും കർമ്മങ്ങൾ ചെയ്യണമെന്നും സ്ത്രീ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. അടുത്തിടെ യുവതി വീണ്ടും ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്തു. ആ കുഞ്ഞു മരിച്ചു എന്ന് പറയുന്നു. തുടർന്നാണ് ആ കുഞ്ഞിന്റെ അസ്ഥികഷ്ണങ്ങളും അന്ത്യകർമ്മങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഇയാൾക്ക് നൽകിയത്. എങ്ങനെയാണ് ഈ മരണങ്ങൾ സംഭവിച്ചത്? കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് മരിച്ചത്? യുവാവ് കൊണ്ടുവന്നത് അസ്ഥികഷ്ണങ്ങൾ തന്നെയാണോ എന്നൊക്കെ ഇനി തെളിയാനുണ്ട്. ഇതിനായി ഫോറൻസിക് പരിശോധന വേണം, ശാസ്ത്രീയ പരിശോധന വേണം. എവിടെയാണ് ഈ കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ടത് തുടർന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുകയാണ്. ഉന്നതരുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശൂർ റൂറൽ SP കൃഷ്ണകുമാർ B പറയുന്നതനുസരിച്ച് വെളുപ്പിന് 12 മണിയോടെയാണ് ഇത്തരത്തിൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. ഇയാൾ നല്ല മദ്യലഹരിയിലായിരുന്നു. കുറച്ച് വ്യക്തതയില്ലാത്ത രീതിയിലായിരുന്നു ഇയാളുടെ സംസാരം. തന്റെ കുട്ടികൾ മരണപ്പെട്ടു എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് 2 പേരുടെ അസ്ഥികൂടമാണ് ഈ സഞ്ചിക്കുള്ളിലെന്നാണ് ഇയാൾ പറഞ്ഞത്. ഇയാൾക്ക് മറ്റൊരു പെൺകുട്ടിയുമായി ഒരു അവിഹിത ബന്ധമുണ്ടായിരുന്നു. 3-4 വർഷങ്ങൾക്ക് മുൻപാണ് ഇതുണ്ടായത്. തുടർന്ന് പുള്ളിക്കാരി ഗർഭിണിയാകുന്നു, പ്രസവിക്കുന്നു, കുഞ്ഞ് മരിച്ചു എന്ന് പറയുന്നു. കുഞ്ഞിനെ ഇത്തരത്തിൽ കുഴിച്ചുമൂടിയതിനു ശേഷം ഈ അസ്ഥി കഷ്ണങ്ങൾ എടുത്ത് കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞ് ഇയാളെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. ഇരുവരും തമ്മിൽ അവിഹിത ബന്ധമായിരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. കൊലപാതകം നടന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചുനാൾ ഇരുവരും ഒരുമിച്ച് താമസിച്ചിരുന്നു. പിന്നീടാണ് വീണ്ടും ഗർഭിണിയായത്. വീണ്ടും പ്രസവിച്ചു. കുഞ്ഞ് മരിച്ചു എന്നാണ് ഇയാളോട് അറിയിച്ചത്. ഇതിലാണ് ഇയാൾക്കൊരു ദുരൂഹത തോന്നിയത്. തന്നെയും ഇത്തരത്തിൽ കൊലപ്പെടുത്തുമോ, ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടതായാണ് പോലീസ് പറയുന്നത്. നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 26 വയസ്സുകാരനും 21 വയസ്സുകാരിയുമാണ് കസ്റ്റഡിയിലുള്ളത്. ഇരുവരും സ്നേഹത്തിലായിരുന്നു. 2 വീടുകളിലായിരുന്നു താമസം. യുവാവ് രാവിലെ അസ്ഥി കഷ്ണങ്ങളുമായി സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. തന്റെ കാമുകി പ്രസവിച്ച കുട്ടികളുടെ അസ്ഥിയാണെന്നാണ് ഇയാൾ പോലീസിൽ പറഞ്ഞത്. അസ്ഥി വീട്ടിൽ സൂക്ഷിച്ചതിൽ അന്വേഷണം വേണമെന്നാണ് ഇയാൾ ആവശ്യപ്പെട്ടിരുന്നത്. തുടർന്നാണ് യുവതിയും കസ്റ്റഡിയിലെടുത്തത്. യുവതിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയാണ് പോലീസിനെ ഇയാൾ സമീപിച്ചതെന്നാണ് പറയുന്നത്. പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് പോലീസിന് പക്കലുള്ളത്. യുവതിയുടെയും യുവാവിന്റെയും ബന്ധം, പശ്ചാത്തലം എന്നിവ പോലീസ് പരിശോധിക്കുകയാണ്. കുട്ടികളുടെ അസ്ഥിയാണോ? എങ്ങനെയാണ് മരണം സംഭവിച്ചത്? വീട്ടുകാർ ഈ സംഭവം അറിഞ്ഞിരുന്നോ? ആരാണ് കുട്ടികളെ കുഴിച്ചിട്ടത്? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുവാൻ ഇരുവരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യണം. ബന്ധുക്കളിൽ നിന്നും വിവരം പോലീസ് ശേഖരിക്കുന്നുണ്ട്. കുട്ടികളുടേത് കൊലപാതകമാണോ എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിൽ 2 കുഞ്ഞുങ്ങളുടെ അസ്ഥികളാണ് ഉണ്ടായിരുന്നത്. സംഭവം കണ്ട് ഞെട്ടിയ പോലീസ് എന്താണെന്ന് തുടർന്ന് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.